ദ ലോർഡ്. ബൈബിളിലെ 8ാമത്തെ പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. അധ്യായം 4, വാക്യങ്ങൾ 85, ചോദ്യങ്ങൾ 16, ആജ്ഞകൾ 30, വാഗ്ദാനങ്ങൾ 2. ന്യായാധിപന്മാരുടെ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ നിർവ്യാജ സ്നേഹത്തിന്റെയും നിഷ്കളങ്ക ഭക്തിയുടെയും വർണ്ണോജ്വല പ്രകാശം വിതറുന്ന ഒരു ആദർശ വനിതയുടെ ചരിത്രമാണ് രൂത്തിന്റെ പുസ്തകം. ലോകസാഹിത്യത്തിലെ നിഷ്കളങ്ക പ്രേമത്തിന്റെ ഒരു ഉദാത്ത മാതൃകയാണ് രൂത്ത്. പക്ഷേ ഒരു യുവാവിന്റെയും യുവതിയുടെയും പ്രേമകഥയല്ല, പ്രത്യുത യുവതിയായ ഒരു വിധവയുടെയും അവളുടെ അമ്മായിയമ്മയുടെയും സ്നേഹഗാഥയാണ് ഇത്. മരുഭൂമിയിൽ മരുപ്പച്ചയെ പോലെയാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ രൂത്തിന്റെ പുസ്തകം. രൂത്ത് എന്ന വാക്കിനർത്ഥം സഖി എന്നാണ്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം: മോവാബിയരുടെ 10ാം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്നുള്ള കൽപ്പന നിലവിലിരിക്കുമ്പോൾ തന്നെ ഒരു മോവാബിയ യുവതിയായ രൂത്ത് ദൈവജനവുമായി എങ്ങനെ ബന്ധപ്പെട്ടുവെന്നും ദാവീദിന്റെ വല്യമ്മയായി തീരുവാനുള്ള ഭാഗ്യം അവൾക്ക് എങ്ങനെ ലഭിച്ചു എന്നും സ്ത്രീകളുടെ നാമധേയത്തിലുള്ള തിരുവെഴുത്തിലെ ഈ ആദ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവളുടെ പേരും ഉൾപ്പെടുവാൻ ഇടയായി തീർന്നു. പുറജാതികൾക്ക് യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുവാൻ സാധിക്കുമെന്നുള്ള സത്യവും രൂത്ത് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം: സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും 3 വ്യക്തികൾ രൂത്ത്, നവോമി, ബോവസ് സ്വഭാവ വൈശിഷ്ട്യത്തിലും ദൈവത്തോടുള്ള വിശ്വസ്തതയിലും എങ്ങനെ നിലനിന്നു എന്ന് കാണിക്കുക. എഴുത്തുകാരൻ: ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യഹൂദ പാരമ്പര്യമനുസരിച്ച് ശമൂവേൽ പ്രവാചകനാണ്. എഴുതിയ കാലം BC 1050 1030 മധ്യേ. സ്ഥലം രാമയിൽ വച്ച്. കാലപരിധി ഏകദേശം 12 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ആമേൻ.